മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാണ്ടായിരിക്കാം തേർഡ് മൊഡ്യൂളും അതേപോലെ ഫോർത്ത് മൊഡ്യൂളാണ്. സോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് MSM അഥവാ മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയിലെ തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര് പോലെ തന്നെ ശരിക്കും മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ആദ്യത്തെ രണ്ട് മൊഡ്യൂളുകളിലും പിന്നെ മെട്രോളജി എന്ന് പറയുന്ന ഭാഗം നമ്മുടെ തേർഡും ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലാണ് ആ ഒരു ടോപ്പിക്സ് വരുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സിലബസാണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ വളരെ ചെറിയൊരു സിലബസ് മാത്രമാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഇതിൽ കാര്യമായിട്ട് വരുന്നുള്ളൂ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കി പോയാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഭാഗത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ സിലബസിലെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ടേംസും പിന്നെ ആ ബേസിക് ടേംസ് വെച്ചുകൊണ്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ ഒന്ന് രണ്ട് ഡയഗ്രാം വെച്ച് പഠിക്കാനുള്ള ഒന്ന് രണ്ട് ടോപ്പിക്കും വരുന്നുണ്ട്. അതിൽ ലാസ്റ്റ് വരുന്ന മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ നമുക്ക് ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള ഒന്ന് രണ്ട് രീതികൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കോൺസെപ്റ്റുകളുണ്ട്. അതിൽ നമുക്ക് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് 7 മാർക്കിനായിട്ട്. സോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. നവംബർ 2022, 2023, 2024 പിന്നെ ഏപ്രിൽ 2024. സോ നമുക്ക് ടോപ്പിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് അവസാനം ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് മെട്രോളജി എന്നതാണ്. അതായത് ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ശരിക്കും മെട്രോളജി എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, മെഷർമെൻറ്റ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് നമുക്ക് ഇവിടെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ടേമാണ് അല്ലേ മെഷറിങ്, അല്ലെങ്കിൽ എന്താണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഇപ്പോൾ ഒരു വലിയൊരു ബ്ലോക്ക് ഉണ്ട്, എന്തെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ഒരു ബ്ലോക്കാണെന്ന് വിചാരിക്കുക. നമുക്കിതിൻ്റെ നീളം വീതിയൊക്കെ നമുക്ക് അളക്കണം. നമ്മളെന്താ ചെയ്യാം, നമ്മളുടെ സ്കെയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ മെഷറിങ് ടാപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും മെഷർമെൻറ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് അറിയാവുന്ന നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് നമ്മൾ കമ്പയർ ചെയ്യണം അല്ലേ, രണ്ട് വാല്യൂസിനെ അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റിയെ നമ്മൾ കമ്പയർ ചെയ്യണം. അതാണ് നമ്മൾ ശരിക്കും മെഷർമെൻറ്റിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ ആക്ട് ഓർ റിസൾട്ട് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ ആൻ അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു ക്വാണ്ടിറ്റിയുമായിട്ട് ഒരു അൺനോൺ ക്വാണ്ടിറ്റി നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ ഇവിടെ മെഷർമെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ എന്തിനാണ് ശരിക്കും മെഷർമെൻറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു കിലോ ഷുഗർ വാങ്ങണം, പഞ്ചസാര വാങ്ങണം. നമ്മൾ 1 കിലോ എന്ന് പറയുമ്പോൾ 1 കിലോ അളന്ന് തരണം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ. അതാണ് നമ്മൾ കോമൺ ആയിട്ട് എന്താണ് ശരിക്കും മെഷർമെൻറ്റ് ആപ്ലിക്കേഷൻ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് പ്രൊവൈഡ്സ് ദ ഫണ്ടമെൻ്റൽ ബേസിസ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് measurement of various quantities and parameters. Measurement is also considered as a method of inspection. അല്ലെ, നമുക്കറിയാം അതൊരു മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ ആണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എസ്റ്റാബ്ലിഷ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, പവർ, ടൈം, ലേബർ എറ്റ്സെട്ര. അല്ലേ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെയൊക്കെ കോസ്റ്റ് നിശ്ചയിക്കുന്നത് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് മെഷർമെൻറ്റ് വെച്ചൊരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. മെഷർമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. സോ അതാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് മെഷർമെൻറ്റ്സ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് മനസ്സിലാക്കി വെക്കാം. പിന്നെ സ്റ്റാറ്റിക് മെഷർമെൻറ്റ്സും ഉണ്ട്, അതുപോലെ ഡൈനാമിക് മെഷർമെൻറ്റ്സും ഉണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സ്റ്റാറ്റിക് മെഷർമെൻറ്റ്സിൽ ദ characteristics of instruments which do not vary with time are called static measurements. ഓക്കെ, അപ്പോൾ ടൈമിനനുസരിച്ച് വാരി ചെയ്യാത്ത മെഷർമെൻറ്റ്സ് ആണ് സ്റ്റാറ്റിക് ആയിരിക്കും എപ്പോഴും. ദ വാരിയസ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ആക്യുറസി, പ്രെസിഷൻ, സെൻസിറ്റിവിറ്റി, കാലിബ്രേഷൻ എറ്റ്സെട്ര. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് മെഷർമെൻറ്റ്സിൽ വരുന്നതാണ് നമ്മുടെ ആക്യുറസിയും പ്രെസിഷനും സെൻസിറ്റിവിറ്റിയും കാലിബ്രേഷനും ഒക്കെ. എന്നാൽ രണ്ടാമത്തെ ടൈപ്പാണ് നമ്മുടെ ഡൈനാമിക് മെഷർമെൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്കതിനെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റും.
the characteristics of instruments which changes rapidly with time are called dynamic measurements. അപ്പോൾ ഡൈനാമിക് ആണ്, അതായത് ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഇൻസ്ട്രുമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ഡൈനാമിക് മെഷർമെൻറ്റ്സ് ആണ്. ദ വാരിയസ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ സ്പീഡ് ഓഫ് റെസ്പോൺസ്, മെഷറിംഗ് ലാഗ്, ഡൈനാമിക് എറർ എറ്റ്സെട്ര. അപ്പോൾ നമ്മുടെ ഡൈനാമിക് മെഷർമെൻറ്റ്സിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സിൽ വരുന്നതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സ്പീഡും, അതുപോലെ മെഷറിങ് ചെയ്യുമ്പോഴുള്ള ലാഗ്, അതുപോലെ ഡൈനാമിക് എറേഴ്സും ഒക്കെ. ജസ്റ്റ് എന്താണ് സ്റ്റാറ്റിക്കും അതുപോലെ ഡൈനാമിക്കും മനസ്സിലാക്കി വെക്കുക. സ്റ്റാറ്റിക് ആകുമ്പോൾ ഇറ്റ് ഡു നോട്ട് വാരി വിത്ത് ടൈമാണ്, ഡൈനാമിക് ആകുമ്പോൾ വിച്ച് ചേഞ്ചസ് റാപ്പിഡ്ലി വിത്ത് ടൈമിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള മെഷർമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതിൽ വരുന്നതാണ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് നോക്കാം. ദിസ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് ഒബ്റ്റൈൻഡ് ഡയറക്റ്റ്ലി വിത്തൗട്ട് എനി കാൽക്കുലേഷൻസ്. എല്ലാം പ്രത്യേകിച്ച് കാൽക്കുലേഷൻസൊന്നും ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മളൊരു ഈ കാണുന്നൊരു ബ്ലോക്കിൻ്റെ നീളം നമ്മൾ അളന്ന് നോക്കുക, ഡയറക്റ്റ് അളന്ന് നോക്കുകയാണ്. അവിടെ നമുക്ക് വേറെ കാൽക്കുലേഷൻ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, സ്കെയിൽ വെക്കുന്നു, അളക്കുന്നു, ആ റീഡിങ് എടുക്കുന്നു, നമുക്ക് അതാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ്സ് ബൈ യൂസിങ് എ സ്കെയിൽ. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആൻഡ് ക്വിക്കായിരിക്കും, അല്ലേ? ദിസ് മെത്തേഡ് ഈസ് വെരി ഈസി ആൻഡ് ക്വിക്ക്. ദിസ് മെത്തേഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. It is not very accurate because it depends on human insensitiveness in making judgment. അപ്പോൾ ശരിക്കും ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത്രത്തോളം ഒരു ആക്യുറേറ്റ് ആയിരിക്കില്ല. കാരണം അവിടെ ഹ്യൂമൻ അത് അളക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അളക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ്, ആ ഒരു ഓപ്പറേറ്റർ എന്തായിരിക്കും, അയാൾക്കുണ്ടാവുന്ന എന്തെങ്കിലും ഇൻസെൻസിറ്റീവ്നെസ് ഒക്കെ എന്തായിരിക്കും അതിൻ്റെ ജഡ്ജ്മെൻറ്റിനെ ബാധിക്കാൻ, നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ എറേഴ്സ് സംഭവിക്കാനുള്ള ചാൻസും ഡയറക്റ്റ് മെത്തേഡിൽ ചാൻസ് കൂടുതലാണ്. സോ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ മെഷർ ചെയ്യണം. അതായത് ഒരു ടാപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഡയറക്റ്റ് എന്തെങ്കിലും ഒരു നീളോ വീതിയൊക്കെ നമ്മൾ അളന്ന് നോക്കുന്നത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാൻ പറ്റും. ഇനി നോക്കാം എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. പേര് പോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ദ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മെഷറിങ് അതർ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഫങ്ഷനലി റിലേറ്റഡ് ടു ദ റിക്വയർഡ് വാല്യൂ. നമ്മളിവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യില്ല, മെഷർ ചെയ്യില്ല. പകരം നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആ മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വല്ല കാൽക്കുലേഷൻസും ചെയ്തിട്ടായിരിക്കും അവിടെ ആ ഒരു ഫൈനലായിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടായിരിക്കാം. നമുക്കിനി പഠിക്കാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് സൈൻ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ആംഗിൾ മെഷറിങ് ഇൻസ്ട്രുമെൻ്റാണ് സൈൻ ബാർ. അപ്പോൾ നമ്മൾ സൈൻ ബാറിൽ ശരിക്കും ഈ ഒരു സൈൻ റൂളാണ് യൂസ്. നമ്മുടെ പൈതഗോറസ് റൂളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ആ റൂളാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മളവിടെ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടായിരിക്കാം. സോ ആ ടൈപ്പ് മെഷർമെൻറ്റാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റിലാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 1 മാർക്കിനും 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം മനസ്സിലാക്കി വെക്കണം എന്താണ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും, അതുപോലെ എന്താണ് സ്റ്റാറ്റിക്, അതുപോലെ ഡൈനാമിക് മെഷർമെൻറ്റ്സ്, അതുപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് മെഷർമെൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിനും 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മുടെ മെഷറിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജനറലൈസ്ഡ് മെഷറിംഗ് സിസ്റ്റം. The generalized measurement system is a set of elements in which the measurement process is carried on by the system. The elements of the measurement system are listed below. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള മെഷറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് താഴെ പറയുന്ന രീതിയിലുള്ളൊരു പ്രൊസീജിയറാണ് അത് ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ ഘട്ടമായിട്ട് ഈ താഴെ കാണുന്ന രീതിയിലാണ് അവിടെ ഒരു മെഷറിംഗ് സിസ്റ്റം നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഓക്കെ, The generalized measurement system is a set of elements. ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് ഇൻ വിച്ച് ദ മെഷർമെൻറ്റ് പ്രോസസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഒരു മെഷർമെൻറ്റ് പ്രോസസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ
ഈ ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഓർഡറിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. ദ എലമെൻറ്റ്സ് ഓർ ദ മെഷർമെൻറ്റ് സിസ്റ്റം ആർ ലിസ്റ്റഡ് ബിലോ. അപ്പോൾ ആ എലമെൻറ്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ നമുക്കൊരു പ്രൈമറി സ്റ്റേജും ഇവിടെ നമുക്കിവിടെ ഒരു ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം പോലെ കൊടുത്തിട്ട് നമുക്ക് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അതായത് ആ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് വേരിയബിൾസാണ് ഇവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ. പിന്നെ വരുന്നത് ഒരു പ്രൈമറി സെൻസിങ് എലമെൻറ്റ്, നമ്മൾ സെൻസർ വെച്ചൊക്കെ ആയിരിക്കും ചിലപ്പം എടുക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഒരു വേരിയബിൾ കൺവെർട്ടറാണ്, അതായത് കൺവേർഷൻ എലമെൻറ്റാണ്. പിന്നെ ഒരു മാനിപ്പുലേറ്റർ ഉണ്ട്, മാനിപ്പുലേഷൻ എലമെൻറ്റ് അഥവാ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്. പിന്നെ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റർ ഉണ്ട്, സിഗ്നൽ ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുന്നൊരു യൂണിറ്റ് ഉണ്ട്, ഡാറ്റ പ്രോസസ്സിങ് എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്, പ്രസൻറ്റേഷൻ എലമെൻറ്റ്. ഫൈനലി ഒബ്സർവർ, അത് ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവർ. നമുക്കൊന്നുകൂടി മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻപുട്ട് വേരിയബിൾസ് ആണ് അല്ലേ. നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ജനറലൈസ്ഡ് മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വരുന്ന ഇൻപുട്ട് വേരിയബിൾസ് നോക്കാം. എന്താണ് ഇൻപുട്ട് വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻപുട്ട് വേരിയബിൾസ് മേ ബി എനി അൺനോൺ വേരിയബിൾ അല്ലേ. അപ്പോൾ എന്താണ് ഇൻപുട്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കാൻ പോകുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പോകുന്ന ഏതൊരു അൺനോൺ വേരിയബിളും നമുക്ക് അവിടുത്തെ ഇൻപുട്ട് വേരിയബിളായിട്ട് പറയാൻ പറ്റും. വിത്തൗട്ട് എനി ഇൻപുട്ട് വേരിയബിൾസ് ദ ഫൈനൽ റിസൾട്ട് കനോട്ട് ബി അച്ചീവ്ഡ് ബൈ ദ സിസ്റ്റം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു മെഷർമെൻറ്റ് എടുക്കണം, നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ആദ്യം കൊടുക്കണം അല്ലേ. അതായത് ഇൻപുട്ട് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഒരു ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ മെഷർമെൻറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഇൻപുട്ട്സ് ഷുഡ് ബി ഇൻ എ സെർട്ടൈൻ എമൗണ്ട് ഓഫ് മെഷേർഡ് ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇൻപുട്ട്? എന്തായിരിക്കും? നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റിയുടെ ഒരു ചെറിയ ഭാഗമോ അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ എമൗണ്ട് മാത്രമായിരിക്കും ആ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ നിങ്ങൾ ഇൻപുട്ട് വേരിയബിൾസിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് ശരിക്കും ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് പ്രൈമറി സെൻസിങ് എലമെൻ്റ് ആണല്ലേ. ആ ഡയഗ്രാം നോക്കി മനസ്സിലാവും. സെൻസർ അഥവാ ഇവിടെ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ മെഷർമെൻറ്റ് സിസ്റ്റം ഈസ് ദ പ്രൈമറി സെൻസിങ് എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് സിസ്റ്റത്തിലെ ഫസ്റ്റത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സെൻസിങ് എലമെൻ്റ് ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് ഈസ് ടു സെൻസ് ദ ഇൻപുട്ട് വേരിയബിൾ. ഇൻപുട്ട് വേരിയബിളിനെ സെൻസ് ചെയ്യുക ആൻഡ് ഗീവ്സ് ദ ഔട്ട്പുട്ട് അക്കോർഡിംഗ് ടു ദ മെഷറൻറ്റ്. ഓക്കെ. അതായത് നമ്മുടെ പ്രൈമറി സെൻസിങ് എലമെൻറ്റിൻ്റെ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേരിയബിളിനെ സെൻസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആൻഡ് ഗീവ്സ് ദ ഔട്ട്പുട്ട് അക്കോർഡിംഗ് ടു ദ മെഷറൻറ്റ്. ആ കിട്ടിയ മെഷർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ സെൻസ് ചെയ്ത കാര്യം അനുസരിച്ച് എന്ത് ചെയ്യുക? ഒരു ഔട്ട്പുട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മുടെ പ്രൈമറി സെൻസിങ് എലമെൻറ്റിൻ്റെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് വേരിയബിൾ കൺവേർഷൻ എലമെൻ്റ് ആണ്, തേർഡ് വൺ അല്ലേ. നമ്മൾ ഇൻപുട്ട് വേരിയബിൾസ് പറഞ്ഞു, സെൻസർ അഥവാ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് മനസ്സിലാക്കി. തേർഡ് വൺ ആണ് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്. അപ്പോൾ നോക്കാം എന്താണ് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്. ഇറ്റ് റിസീവ്സ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം പ്രൈമറി സെൻസിങ് എലമെൻറ്റ് എന്ന് എന്ത് ചെയ്യും? നേരെ പിന്നെ പോകുന്നത് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റിലേക്കാണ്. സോ എന്ത് ചെയ്യും? നമ്മുടെ പ്രൈമറി സെൻസിങ് എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റിൻ്റെ ഇൻപുട്ടായിട്ടാണ് എത്തുന്നത് അല്ലേ. ഇറ്റ് റിസീവ്സ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് ആസ് ഇൻപുട്ട് അല്ലേ. അതായത് പ്രൈമറി സെൻസിങ് എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് എടുക്കുന്നു? വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ് ഇൻപുട്ടായിട്ട് എടുക്കുന്നു. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ദ കൺവേർഷൻ ഓഫ് ദ വേരിയബിൾ ഫ്രം വൺ ഫോം ടു അനദർ ഫോം ടേക്സ് പ്ലേസ് അല്ലേ. അപ്പോൾ പേര് പറയുന്നത് എന്താണ്? കൺവേർഷൻ എലമെൻറ്റ് അല്ലേ. അതായത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എന്ത് ചെയ്യാണ്? അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കിട്ടിയ പ്രൈമറി സെൻസിങ് എലമെൻറ്റിൽ കിട്ടിയുള്ള ആ സിഗ്നൽ എന്ത് ചെയ്യും? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൺവേർട്ടറാണ് ശരിക്കും വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവണം അതിൻ്റെ ഫംഗ്ഷൻ എന്താണല്ലേ. വേരിയബിൾ കൺവേർഷൻ എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്യണം, ആ സിഗ്നലിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് വേരിയബിൾസ് മനസ്സിലായി, സെൻസർ അഥവാ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് മനസ്സിലായി, വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ് മനസ്സിലായി. നെക്സ്റ്റ് ആണ് നമ്മുടെ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്. സോ നോക്കാം എന്താണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്. ദിസ് എലമെൻറ്റ് മാനിപ്പുലേറ്റ്സ് ദ ഇൻപുട്ട് വേരിയബിൾ. നമ്മുടെ ഇൻപുട്ട് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്. അപ്പോൾ എന്താണ് ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആസ് പെർ റിക്വയർഡ് മാഗ്നിഫിക്കേഷൻ ദ വേരിയബിൾസ് ആർ മാനിപ്പുലേറ്റഡ് ബൈ മാനിപ്പുലേഷൻ
അതർവൈസ് കോൾഡ് ആസ് ആംപ്ലിഫിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ മാനിപ്പുലേഷൻ ആ ഡിവൈസ് അല്ലെങ്കിൽ എലമെൻറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു കിട്ടിയ സിഗ്നലിനെ വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ് കൺവേർട്ട് ചെയ്തുള്ള പുതിയ ഫോം ഓഫ് സിഗ്നലിനെ എന്ത് ചെയ്യും, അതിനെ ആംപ്ലിഫൈ ചെയ്യാം അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ദിസ് ഈസ് ഡൺ ഫോർ ദ റിക്വയർഡ് ഔട്ട്പുട്ട് ഫ്രം ദ ഇൻപുട്ട് വേരിയബിൾ. അപ്പോൾ ദിസ് ഈസ് ഡൺ ഫോർ ദ റിക്വയർഡ് ഔട്ട്പുട്ട് ഫ്രം ദ ഇൻപുട്ട് വേരിയബിൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് വേരിയബിളിനെ ഒരു റിക്വയർഡ് ഔട്ട്പുട്ടാക്കി മാറ്റാനാണ് അങ്ങനെ എൻഹാൻസ് ചെയ്യുന്നത്, അതായത് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടായിരിക്കാം. മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, അതായത് അതിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുക, സിഗ്നലിനെ എൻഹാൻസ് ചെയ്യുക അഥവാ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് സിഗ്നലിനെ പെട്ടെന്ന് ഏത് തരത്തിലുള്ള സിഗ്നലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ മേലെ കാണുന്ന ഇൻപുട്ട് വേരിയബിൾസും പ്രൈമറി സെൻസിങ് എലമെൻറ്റും വാരിയബിൾ കൺവേർഷൻ എലമെൻറ്റും വാരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റും മനസ്സിലായി. നമുക്കിനി സിഗ്നൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്. ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ് അഥവാ സിഗ്നൽ ട്രാൻസ്മിഷനാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഫ്രം വൺ എലമെൻറ്റ് ടു അനദർ എലമെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദിസ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്. അതായത് ആ ഒരു സിഗ്നലിൻ്റെ ട്രാൻസ്മിഷനാണ് ശരിക്കും ആ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റിൽ നടക്കുന്നത്. ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്സ് സച്ച് ആസ് ഡാറ്റ കേബിൾസ്, ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസീവേഴ്സ്, ട്രാൻസ്മിഷൻ ഷാഫ്റ്റ് എറ്റ്സെട്ര ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ ഫ്രം വൺ എലമെൻറ്റ് ടു അനദർ എലമെൻറ്റ്. അപ്പോൾ ഒരു എലമെൻറ്റിൽ നിന്നും മറ്റൊരു എലമെൻറ്റിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഡാറ്റ കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റേഴ്സും റിസീവേഴ്സും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇതുവരെയുള്ള കാര്യങ്ങൾ ആയി. ഇൻപുട്ട് വേരിയബിൾ, പ്രൈമറി സെൻസിങ് എലമെൻറ്റ്, വാരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്, വാരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്, പിന്നെ സിഗ്നൽ ട്രാൻസ്മിഷൻ അഥവാ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്. ഇനി അടുത്ത് ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻ്റ് ആണ്. ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റ് ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ഡാറ്റ ഈസ് മോഡിഫൈഡ് ആൻഡ് പ്രോസസ്ഡ് ബിഫോർ ദ ഫൈനൽ റിസൾട്ട് കംസ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഡാറ്റ തൊട്ട് മുന്നേ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തു നേരെ എത്തിച്ചെന്നുണ്ടായിരിക്കുക ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റിലേക്കാണ്. അവിടെ വെച്ച് എന്ത് ചെയ്യും, ഡാറ്റ മോഡിഫൈ ചെയ്യും. ആൻഡ് പ്രോസസ്ഡ് ബിഫോർ ദ ഫൈനൽ റിസൾട്ട് കം. അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻറ്റിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ആ ഡാറ്റയെ മോഡിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണെങ്കിൽ അടുത്ത് പ്രസൻറ്റേഷൻ എലമെൻറ്റും അതുപോലെ ലാസ്റ്റ് വരുന്ന ഒബ്സർവറാണ്. സോ നമുക്ക് നോക്കാം എന്താണ് പ്രസൻറ്റേഷൻ എലമെൻറ്റ്. ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ്. ഫൈനലി ഡാറ്റ ഈസ് പ്രസൻറ്റ് ടു ദ ഒബ്സർവർ വയ ദ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ്. അപ്പോൾ നമുക്ക് ആ കിട്ടിയ ഡാറ്റ വെച്ചുള്ള മെഷർമെൻറ്റ് എന്ത് ചെയ്യും, ഒബ്സർവർക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ് കൊണ്ടാണ്. ദ പ്രസൻറ്റേഷൻ എലമെൻറ്റ് ഈസ് സച്ച് ആസ് ടു മോണിറ്റർ റെക്കോർഡേഴ്സ്, LCD or LED ഡിസ്പ്ലേ, അലാംസ്, ഇൻഡിക്കേറ്റർ എറ്റ്സെട്ര. അതായത് ഈ കിട്ടിയ സിഗ്നൽ വെച്ചുള്ള ഡാറ്റ നമുക്ക് കിട്ടിയുള്ള മെഷർമെൻറ്റ് എന്ത് ചെയ്യും, ഒന്നിൽ നമ്മൾ ചിലപ്പോൾ LCD സ്ക്രീനോ അല്ലെങ്കിൽ മോണിറ്ററോ അല്ലെങ്കിൽ റെക്കോർഡറോ ആയിട്ടോ അല്ലെങ്കിൽ അലാം വഴിയോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വഴിയൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഒബ്സർവർക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മെഷർമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ വിഷ്വലി LED ഡിസ്പ്ലേ അല്ലെങ്കിൽ LCD ഡിസ്പ്ലേ അല്ലെങ്കിൽ മോണിറ്റർ വെച്ചിട്ട് വിഷ്വലി കാണിക്കും, അല്ലെങ്കിൽ അലാംസ് വെച്ച് സൗണ്ടിൻ്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റിൻ്റെ രൂപത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചായിരിക്കും ഒക്കെ കാണിക്കുന്നുണ്ടായിരിക്കും. സോ ഫൈനലിൽ വരുന്നത് നമ്മുടെ ഒബ്സർവറാണ്. നമുക്കറിയാം അത് ഒബ്സർവ് ചെയ്യുന്ന ആൾ. ദ മെഷർമെൻറ്റ് ഡാറ്റ ഈസ് ഫൈനലി ഡെലിവേർഡ് ടു ദ ഒബ്സർവർ വയ ദ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ് ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ. എന്ത് ചെയ്യുക, ആ ഒരു ഫർദർ ക്ലാരിഫിക്കേഷനും കാൽക്കുലേഷനും എന്ത് ചെയ്യുക, ഡാറ്റ ഒബ്സർവർക്ക് അല്ലെങ്കിൽ ഒബ്സർവർക്ക് എന്ത് ചെയ്യുന്നു, ആ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്നത്. ദ റെക്കോർഡ് ഡാറ്റ ആർ ഷോഡ് ഇതർ ഇൻ ഹാർഡ് കോപ്പി ഓർ ഡിജിറ്റൽ കോപ്പി. എന്ത് ചെയ്യും, ആ കിട്ടിയ റെക്കോർഡ് ഡാറ്റ എന്ത് ചെയ്യും, ഹാർഡ് കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി ആയിട്ടോ സൂക്ഷിക്കും. സോ അതാണ് നമ്മുടെ ജനറലൈസ്ഡ് മെഷർമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം ചെറിയൊരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഓരോന്നിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനി എഴുതാൻ പറ്റണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ജനറലൈസ്ഡ് മെഷർമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രം വരച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എ സ്റ്റാൻഡേർഡ് ഈസ് ഡിഫൈൻഡ് ആസ് സംതിങ് ദാറ്റ് ഈസ് സെറ്റപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അതോറിറ്റി ആസ് എ റൂൾ ഫോർ മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി, വെയ്റ്റ്, വാല്യൂ ഓർ ക്വാളിറ്റി എറ്റ്സെട്ര. അല്ലേ, ഇപ്പോൾ നമ്മൾ
ഏതൊരു കാര്യത്തിലും നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ഒരു സാധനത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത് മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണോ എന്നൊക്കെ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ നിലവാരമൊക്കെ നമ്മൾ ഒരുപക്ഷെ ഡിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതേപോലെ നമുക്ക് ഒരു മെഷർമെൻറ്റും എന്ത് വേണം അല്ലേ. ഒരു കിലോ എന്ന് പറയുമ്പോൾ, ഒരു കിലോഗ്രാം അല്ലെങ്കിൽ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ശരിക്കും സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമറി സ്റ്റാൻഡേർഡ്സും വരുന്നുണ്ട്, അതുപോലെ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രൈമറി സ്റ്റാൻഡേർഡ് ഈസ് പ്രിസൈസ്ലി ഡിഫൈൻഡ് ഹൂസ് വാല്യൂ ഈസ് ഫിക്സഡ് ആൻഡ് ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്തായിരിക്കും, ഒരിക്കലും അത് ചേഞ്ച് ആവില്ല, അത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാറ്റിക് വാല്യൂ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിസൈസ്ലി ഡിഫൈൻഡ് ആൻഡ് ഹൂസ് വാല്യൂ ഈസ് ഫിക്സഡ് ആൻഡ് ഡസ് നോട്ട് ചേഞ്ച്. ഇറ്റ് ഹാസ് നോ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ടു എ മെഷറിംഗ് പ്രോബ്ലം എൻകൗണ്ടർഡ് ഇൻ എഞ്ചിനീയറിംഗ്. പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആർ മെയിൻറ്റഡ് ബൈ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ്. എന്നാൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കമ്പാരിസൺ വിത്ത് ദ പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മുടെ പ്രൈമറി സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദീസ് ആർ മെയ്ഡ് ആസ് നിയർലി പോസിബിൾ എക്സാക്ട്ലി സിമിലർ ടു പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആസ് റിഗാർഡ് ടു മെറ്റീരിയൽ സൈസ് ആൻഡ് ഡിസൈൻ. അപ്പോൾ നമ്മുടെ മെറ്റീരിയലും അതിൻ്റെ സൈസും ഡിസൈനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡുമായിട്ട് ഏകദേശം എത്തിക്കാനാണ് ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ മതി എന്താണ് പ്രൈമറിയും അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി എന്നുള്ളത്. നമുക്കിനി ആവശ്യമുള്ളത് നമ്മുടെ ഒരു മെട്രോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ആക്യുറസി, പ്രെസിഷൻ, പിന്നെ സെൻസിറ്റിവിറ്റി, റിപ്പീറ്റബിലിറ്റി, പിന്നെ റേഞ്ച്, സ്പാന്, ത്രെഷോൾഡ്, ഹിസ്റ്റെറിസിസ്, കാലിബ്രേഷൻ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും 1 മാർക്കിനും ചോദിക്കും, 3 മാർക്കിനും ചോദിക്കും, 7 മാർക്കിനും നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ടേംസ് യൂസ്ഡ് ഇൻ മെട്രോളജി. അപ്പോൾ ഫസ്റ്റ് വരുന്ന നമ്മുടെ ആക്യുറസിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ആക്യുറസി, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് റീഡിംഗ് അപ്രോച്ചസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്തിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മുടെ ആക്യുറസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ നിയർനെസ് ടു ദ ആക്ച്വൽ ഓർ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ഇപ്പോൾ ട്രൂ വാല്യൂ അഥവാ ആക്ച്വൽ വാല്യൂൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു മെഷർമെൻ്റ് ആണ് നമ്മുടെ, അല്ലെങ്കിൽ ആക്യുറസി, അതാണ് നമ്മുടെ ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആക്ച്വൽ വാല്യൂ അഥവാ ട്രൂ വാല്യൂൻ്റെ അടുത്തുള്ള നിയറസ്റ്റ് പോയിൻ്റാണ് നമ്മുടെ ആക്യുറസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ് ആക്യുറസി എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ആണ്. ആക്യുറസിൻ്റെ കൂടെ തന്നെയുള്ള ഒരാളാണ് പ്രെസിഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ടേമാണ് പ്രെസിഷൻ. ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ പെർഫോമൻസ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് കൺസിസ്റ്റൻസി ഓർ റിപ്പീറ്റബിലിറ്റി. ദാറ്റ് ഈസ് സക്സസീവ് റീഡിംഗ് ഡു നോട്ട് ഡിഫർ. അപ്പോൾ എന്തായിരിക്കും പ്രെസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിയാണ്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക. അതായത് ഒരേ വാല്യൂ തന്നെ വീണ്ടും വീണ്ടും സക്സസീവായിട്ട് ഒരേപോലെ വലിയ ഡിഫറൻസ് ഇല്ലാണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസിയാണ് നമ്മുടെ പ്രെസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഷോ ദ സെയിം റീഡിംഗ് വെൻ യൂസ്ഡ് ഈച്ച് ടൈം. അപ്പോൾ ഓരോ സമയം അല്ലെങ്കിൽ ഓരോ തവണ റീഡ് ചെയ്യുമ്പോഴും ആ സെയിം റീഡിങ് തന്നെ കാണിക്കാൻ എടുക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കപ്പാസിറ്റിയാണ് നമുക്ക് പ്രെസിഷൻ എന്ന് പറയാൻ പറ്റും. അതായത് നമ്മളൊരു വെയിറ്റ് നോക്കുകയാണ്, ആ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾ ഓരോ തവണ നോക്കുമ്പോഴും അത് 1 kg തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ തവണ നോക്കുമ്പോഴും 1 kg മാറി 1.1 1.2 അങ്ങനെ മാറി മാറി പോകുന്നില്ല. എപ്പോഴും 1 kg തന്നെ കാണിക്കുന്നുവെങ്കിൽ നമുക്ക് അത് പ്രിസൈസ് ആണെന്ന് പറയാൻ പറ്റും.
എന്നാൽ ശരിക്കും ഈ പറയുന്ന ആ ഒരു പറഞ്ഞ വെയിറ്റ് ശരിക്കും 1 kg അല്ല, ആകെ 0.5 kg ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ എന്ത് ചെയ്യുന്നു, എപ്പോഴും കാണിക്കുന്നത് റീഡിങ് കാണിക്കുന്നത് 1 kg ആണ്, 1 kg കാണിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പ്രിസൈസ് ആണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴും കാണിക്കുന്ന വാല്യൂ 1 kg തന്നെയാണ്. പക്ഷേ അത് പ്രിസൈസ് ആണ്, പക്ഷേ അത് ആക്യുറേറ്റ് അല്ല. ആക്യുറേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ശരിക്കും അതിൻ്റെ യഥാർത്ഥ വാല്യൂ, ട്രൂ വാല്യൂ ആണ്. അതായത് ഒരു 0.5നോട് അടുത്ത് നിൽക്കുന്ന ഒരു 0.55 അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരുന്ന ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് വാല്യൂ ആണ് നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ശരിക്കും ആക്യുറസിയും അതുപോലെ തന്നെ പ്രിസിഷനും ശരിക്കും മനസ്സിലാക്കാനായിട്ട് അടുത്തൊരു ഇതിൽ നിങ്ങൾക്ക് സ്ക്രീനിലൊരു ഫിഗർ കാണുന്നുണ്ടായിരിക്കും, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഗൺ ഫയറിങ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കറിയാം ഇതിൻ്റെ സെൻറ്ററിൽ അല്ലേ, സെൻറ്ററിൽ പോയിൻ്റർ എത്തിക്കണം. അതാണ് ശരിക്കും ഒരു എന്താ പറയുക അത്രയും ഷാർപ്പ് ഷൂട്ടർ എന്നൊക്കെ വിളിക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക കേട്ടോ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇവിടെ ആക്യുറേറ്റും പ്രിസൈസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ കാണുന്ന ഈ അകത്ത സർക്കിളിനകത്ത് വന്ന് നമുക്ക് എന്ത് പറയാം, അത് ഏകദേശം ആൾ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ ആക്യുറേറ്റും പ്രിസൈസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ തിരിച്ച് നോക്കാം കേട്ടോ, തൊട്ട് താഴെയുള്ള ഇത് നോക്കുക, ഈ ഫിഗർ നോക്കുക, ഇവിടെ നോക്കുക, അത് നോട്ട് ആക്യുറേറ്റും പ്രിസൈസും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിസൈസ് അഥവാ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത്, അത് ആക്യുറേറ്റ് അല്ല. ശരിക്കും ആക്യുറേറ്റ് ഇതിനകത്ത് വന്നാലാണ് ആക്യുറേറ്റ് ആവുക അല്ലേ, ആ സർക്കിളിനകത്ത് വന്നാലാണ് എന്താവുന്നത്, ആക്യുറേറ്റ് ആകുന്നത് അല്ലേ. ഇതിനകത്ത് വന്നാൽ ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റും. പക്ഷെ എന്താ ചെയ്യുന്നത്, അതിൻ്റെ പുറത്താണ് വരുന്നത്. പക്ഷേ പുറത്ത് വന്നെങ്കിൽ കൂടി ഏകദേശം വലിയ ചേഞ്ച് ഇല്ലാണ്ട് ഒരേപോലെ തന്നെയാണ് അത് ആവർത്തിക്കുന്നത്. സോ അത് ആക്യുറേറ്റ് അല്ല അല്ലേ, ആക്യുറേറ്റ് അല്ല, എന്താണ് അത്, പ്രിസൈസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി മേലത്തെ ഫിഗർ ആകുമ്പോഴോ അത് ആക്യുറേറ്റും ആണ് പ്രിസൈസും ആണ് അല്ലേ. അതായത് ആക്യുറേറ്റ് അകത്ത് തന്നെ വരുന്നുണ്ട്, വലിയ മാറ്റങ്ങളില്ലാണ്ട് അകത്ത് തന്നെ എല്ലാ വാല്യൂസും ചേഞ്ച് ആവേണ്ടി വരുന്നത്. സോ അത് എന്ത് റിപ്പീറ്റ് ചെയ്തും ആവർത്തിക്കുന്നുണ്ട്. സോ അത് ആക്യുറേറ്റും പ്രിസൈസും ആണ്. ഇനി ഈ ഫിഗർ നോക്കുക, തേർഡ് ഫിഗർ എന്താ സംഭവിക്കുന്നത്, അത് ആക്യുറേറ്റ് ആണ്. കാരണം ആ ഏറ്റവും അകത്തെ സർക്കിളിന് നിയറസ്റ്റ് ആയിട്ട് ആ 4 പോയിൻറ്റ്സും വന്നിട്ടുണ്ട്. പക്ഷേ പ്രിസൈസ് അല്ല, എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, ഓരോ തവണയും അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പ്രിസൈസ് അല്ല എന്ന് പറയാൻ പറ്റും. ലാസ്റ്റ് ഫിഗർ നോക്കുക, നോട്ട് ആക്യുറേറ്റ് ആവും, അതുപോലെ നോട്ട് പ്രിസൈസും അല്ലേ. അപ്പോൾ ഒരു വാല്യൂസും എന്ത് ചെയ്യുന്നില്ല, സെൻറ്ററിൽ ആ ഒരു സർക്കിളിനകത്ത് വന്നില്ല, അപ്പോൾ അത് ആക്യുറേറ്റ് അല്ല. അതുപോലെ ഈ കാണുന്ന 4 പോയിൻ്റ് എന്ത് ചെയ്യുന്നു, 4 ഭാഗത്താണ് വന്നുള്ളത്. അതിൻ്റെ അർത്ഥം അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരേ ഭാഗത്ത് എവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത പോലെ റിപ്പീറ്റ് ചെയ്യുന്നുമില്ല അല്ലേ. അപ്പോൾ അത് ആക്യുറേറ്റും അല്ല പ്രിസൈസും അല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആക്യുറസിയുടെയും പ്രിസിഷൻ്റെയും ഒരു ഡെഫിനേഷൻ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നും കൂടി ഈ രണ്ടിൻ്റെയും ഡെഫിനേഷൻസ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിനും 3 മാർക്കിനും 7 മാർക്കിനും ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ 1 മാർക്കിനൊക്കെ ആകുമ്പോൾ ചിലപ്പം ജസ്റ്റ് ഡെഫിനേഷൻ മാത്രമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്നൊരു സെൻറ്റൻസ് പോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷർ വാല്യൂ അങ്ങനത്തെ സെൻറ്റൻസൊക്കെയാണ് 1 മാർക്കിനും ചോദിക്കാറുള്ളത്. ചില 3 മാർക്കിനാകുമ്പോൾ ചിലപ്പം 3 ടേംസ് ചോദിക്കും, ആക്യുറസി പ്രിസിഷൻ അല്ലെങ്കിൽ അടുത്ത ഇനി പഠിക്കാൻ പോകുന്ന ടേം ചോദിക്കും. 7 മാർക്കിനാകുമ്പോഴും ചോദിക്കാകുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ചിലപ്പോൾ 7 ആക്യുറസിയും പ്രിസിഷനും അതിൻ്റെ കൂടെ നിന്ന് പഠിക്കാനുള്ള സെൻസിറ്റിവിറ്റിയും റേഞ്ചും റിപ്പീറ്റബിലിറ്റി ഒക്കെ 1 by 1 ആയിട്ട് 7 മാർക്കിന് ചോദിക്കാറുണ്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എക്സാമിന് മാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫിഗറും കൂടി മനസ്സിലാക്കി പഠിച്ചാൽ ആക്യുറസിയും പ്രിസിഷനും ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. എക്സാമിനൊക്കെ അത് വേണം വരച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാനും പറ്റും. സോ അടുത്ത ടേം സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റി നോക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മെഷറിംഗ് ഡിവൈസസ് ടു ഡിറ്റക്ട് സ്മോൾ ഡിഫറൻസസ് ഇൻ എ ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ്. It is the degree of response of an instrument to an incoming signal. It is also defined as the ratio of change in output towards the change in input. More sensitive instrument shows better response to slight changes in a quantity being measured. Okay, അതായത് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ സെൻസ് ചെയ്യാനുള്ള കഴിവാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മെഷറിംഗ് devices to detect small differences in a ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ്. അതായത് നമ്മൾ ആ അളക്കാൻ ഉദ്ദേശിക്കുന്ന, മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചെറിയ ഡിഫറൻസ് വരെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ടേമാണ് നമ്മുടെ സെൻസിറ്റിവിറ്റിയെ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയാം.
ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മെഷറിംഗ് ഡിവൈസസ് ടു ഡിറ്റക്ട് സ്മോൾ ഡിഫറൻസസ് ഇൻ എ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. അപ്പോൾ നമ്മൾ അളക്കാൻ പോകുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ ചെറിയ ഡിഫറൻസ്, അതിലുണ്ടാകുന്ന ചെറിയ വേരിയേഷൻ വരെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു ടേം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടുവാർഡ്സ് ദ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഓക്കെ, അത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ടും ചേഞ്ച് ഇൻ ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ നമുക്ക് സെൻസിറ്റിവിറ്റി വിളിക്കാം. എനിക്ക് തോന്നുന്നു മുന്നുള്ള ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഈ ടേം അതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് കണ്ടാൽ ആ ടേമോ നമുക്ക് തിരിച്ച് പറയാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ടും ചേഞ്ച് ഇൻ ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ, അതായത് ഈ കൊടുക്കുന്ന ഇൻപുട്ടിനും അല്ലെങ്കിൽ നമ്മൾ അളക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻസ് വരെ എന്താണ് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അതിൽ ചേഞ്ചസ് വരുത്താനുള്ള കഴിവാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആക്യുറസി പഠിച്ചു, പ്രെസിഷൻ പഠിച്ചു, സെൻസിറ്റിവിറ്റി പഠിച്ചു. അടുത്ത റിപ്പീറ്റബിലിറ്റി ആണ്. ആ വാക്ക് പോലെ തന്നെ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ടു റിപ്പീറ്റ് ദ സെയിം റിസൾട്ട്സ് ഫോർ ദ മെഷർമെൻറ്റ്സ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി വെൻ ദ മെഷർമെൻറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഒരേ കാര്യം നമ്മൾ മെഷർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നു, റിപ്പീറ്റായിട്ട് സെയിം വാല്യൂസ് തന്നെ വരുന്നു വിചാരിക്കുക. അതാണ് നമ്മുടെ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. സെൻറ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ വേർഡ് പോലെ തന്നെ, വേർഡിൻ്റെ മീനിങ് പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാം അല്ലേ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ടു റിപ്പീറ്റ് ദ സെയിം റിസൾട്ട്സ് ഫോർ ദ മെഷർമെൻറ്റ്സ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി വെൻ ദ മെഷർമെൻറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട്. ഓക്കെ, ഇപ്പോൾ മെഷർമെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് സെയിം റിസൾട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷനാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത റേഞ്ചാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നോക്കുക, the range of an instrument is the set of all possible values it can accurately measure. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു തെർമോമീറ്റർ ഉണ്ട്. ആ തെർമോമീറ്റർ നമുക്ക് -10 തൊട്ട് 110 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു അത്രയും റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ലോവസ്റ്റ് വാല്യൂ ടു ഹയസ്റ്റ് വാല്യൂ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. 110 -10 പറഞ്ഞാൽ 120 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള സംഭവമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വെയിങ് മെഷീൻ ഉപയോഗിച്ച് 10 കിലോഗ്രാം തൊട്ട് 1500 കിലോഗ്രാം വരെ അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് എത്രയാണ്? 10ൻ്റെ താഴെ അളക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1500 - 10 ചെയ്യുക അല്ലേ, എത്ര കിട്ടും? 1490 കിലോഗ്രാമാണ് എന്ത് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് മനസ്സിലായിട്ടുണ്ടായിരിക്കും. റേഞ്ച് മനസ്സിലായി, റിപ്പീറ്റബിലിറ്റി മനസ്സിലായി, സെൻസിറ്റിവിറ്റി മനസ്സിലായി, ആക്യുറസിയും പ്രിസിഷനും മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ സ്പാൻ ആണ്. അടുത്ത ടൈം സ്പാൻ ആണ്. ദ സ്പാൻ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റേഞ്ച്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സബ്സ്ട്രാക്ടിങ് ദ മിനിമം വാല്യൂ ഫ്രം ദ തൊട്ട് ഞാൻ പറഞ്ഞത് മാറിപ്പോട്ടു. റേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ -10 to 110 വരെയുള്ള ആ റേഞ്ച് അല്ലേ. ഇപ്പോൾ നമ്മൾ വെയിങ് മെഷീൻ്റെ കാര്യം പറഞ്ഞു, 10 കിലോ തൊട്ട് 1500 കിലോ വരുമ്പോൾ 10 to 1500 കിലോഗ്രാമാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ഇനി സ്പാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ -10 തൊട്ട് 110 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ എന്താണ് അതിൻ്റെ റേഞ്ച് പറഞ്ഞാൽ -10 to 110 എന്ന് പറയാൻ പറ്റും. എന്നാൽ അതിൻ്റെ സ്പാൻ എന്തായിരിക്കും? അതിനിടയ്ക്കുള്ള ആ ഡിഫറൻസ് 110ൻ്റെയും -10ൻ്റെയും ഡിഫറൻസ്, അതായത് 120 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ റേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് സ്പാൻ അല്ലേ. വെയിങ് മെഷീൻ്റെ കാര്യം പറഞ്ഞു, ഇതിന് മിനിമം 10 കിലോഗ്രാം തൊട്ട് മാക്സിമം 1500 കിലോഗ്രാം വരെ അളക്കാൻ പറ്റും വിചാരിക്കുക. അപ്പോൾ ഇതിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 to 1500 അല്ലേ, 10 to 1500. സ്പാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വലിയ വാല്യൂ ഒന്ന് ചെറിയ വാല്യൂ കുറയ്ക്കുക, 1490 ആയിരിക്കും കിലോഗ്രാം ആയിരിക്കും അതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ. സോ സ്പാൻ മനസ്സിലായി, റേഞ്ച് മനസ്സിലായി, റിപ്പീറ്റബിലിറ്റി മനസ്സിലായി, സെൻസിറ്റിവിറ്റി മനസ്സിലായി, ആക്യുറസിയും പ്രിസിഷനും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്ത നമ്മുടെ ത്രെഷോൾഡ് ആണ്. ത്രെഷോൾഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ 3 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കാം. ത്രെഷോൾഡ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഡിറ്റക്റ്റബിൾ ഓർ മെഷറബിൾ ചേഞ്ച് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഔട്ട്പുട്ട് റീഡിങ്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ കടയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ പഞ്ചസാരയോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടിയോ അങ്ങനെയുള്ള ഒരു പൊടി ഐറ്റംസൊക്കെ നമ്മൾ തൂക്കി അല്ലേ, നമ്മൾ കവറിൽ ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അളന്ന് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ കവറിലേക്ക് ചിലപ്പോൾ 1 സ്പൂണ് എന്ത് ചെയ്യാണ്, ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ആ ഒരു ഡിജിറ്റൽ ബോർഡിൽ, നമ്മുടെ വെയിങ് മെഷീൻ്റെ ഡിജിറ്റൽ ബോർഡിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ 000 തന്നെയാണ് കാണിക്കുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ 2 സ്പൂൺ ഇട്ടാൽ ചിലപ്പോൾ 000 തന്നെ കാണിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ 3 സ്പൂൺ എന്ത് ചെയ്യും, ഒറ്റയടി ചിലപ്പോൾ 50 ഗ്രാം എന്നൊക്കെ മിനിമം കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ? ആ ഒരു മെഷീനിൻ്റെ
ഒരു ഇൻപുട്ട് ഇല്ല, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മിനിമം വാല്യൂ തൊട്ട് എന്ത് ചെയ്യുള്ളൂ അവിടെ നിന്ന് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മിനിമം വാല്യൂ ഓഫ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ചെയ്യുക, ദ ത്രെഷോൾഡ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഡിറ്റക്റ്റബിൾ ഓർ മെഷറബിൾ ചേഞ്ച് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഔട്ട്പുട്ട് റീഡിംഗ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഔട്ട്പുട്ട് റീഡിങ്ങിൽ കിട്ടുന്ന ആ ഒരു ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന മിനിമം ചേഞ്ച് ഉണ്ട്, ആ ഒരു മിനിമം വാല്യൂ ആണ് നമ്മുടെ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാം പോയിൻ്റിൽ സ്ഥിരമായി ചോദിക്കുന്നതാണ്. കാരണം ഈ മൊഡ്യൂൾ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ബേസിക് ടേംസ് മാത്രമേ ചോദിക്കാറുള്ളൂ. സ്ഥിരമായിട്ട് ത്രെഷോൾഡും സ്പാനും റേഞ്ചും റിപ്പീറ്റബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും ആക്യുറസിയും പ്രസിഷനൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. 1 മാർക്കിനും 3 മാർക്കിനും 7 മാർക്കിനൊക്കെ. അപ്പോൾ ഒരിക്കലും ഈ ടോപ്പിക്കിൽ നിന്ന് അത് പഠിക്കാതെ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ത്രെഷോൾഡ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്തത് ലാസ്റ്റ് ഒരു ടൈമാണ് ഹിസ്റ്റെറിസിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡിക്കേഷൻസ് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് when the same value of the measured quantity is reached by increasing or decreasing that quantity. It is a phenomenon under which the measuring instrument shows different output effects during loading and unloading. അതായത് നമ്മൾ നേരത്തെ ത്രെഷോൾഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വെയിങ് മെഷീനിൽ നമ്മൾ ഇതേപോലെ ഒരു പൗഡർ ഐറ്റംസ്, അതായത് നമ്മൾ പൊടി രൂപത്തിലുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ആ മെഷീനിൽ നമ്മൾ വെയിങ് മെഷീനിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പഞ്ചസാര കവറിലേക്ക് ഇട്ട് ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുക. ഓരോ സ്പൂൺ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് നമ്മൾ ഷുഗർ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പൂൺ ഇടുമ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അവിടെ ഒരു റീഡിങ്ങിൽ പ്രത്യേകിച്ച് വേരിയേഷൻസും കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ 2 സ്പൂൺ ഇടുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ 50 ഗ്രാം കാണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ 3 സ്പൂൺ ഇടുമ്പോൾ ചിലപ്പോൾ 100 ഗ്രാം കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. 4 സ്പൂൺ ഇടുമ്പോൾ ചിലപ്പോൾ 150 കാണിച്ചിട്ടുണ്ടായിരിക്കും. 5 ഇടുമ്പോൾ 200, അങ്ങനെ ഒരു 50 വെച്ചാണ് കൂടി വരുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഒരു 6-7 സ്പൂൺ ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു 200 ഗ്രാമൊക്കെ ആയി വിചാരിക്കാം. എന്ത് ചെയ്യണം, നമ്മൾ നേരെ തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ ഓരോ തവണ സ്പൂണ് കൊണ്ട് ഇട്ട അതേ ക്വാണ്ടിറ്റി നമ്മൾ തിരിച്ച് പുറത്തേക്ക് എടുക്കുക വിചാരിക്കുക. അപ്പോൾ ഫൈനലി 200 ഗ്രാം ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി സ്പൂൺ ഉപയോഗിച്ച് സെയിം സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ എത്രയാണോ അതിൻ്റെ നേരത്തെ ഓരോ സ്പൂണിലും നമ്മൾ അതിലകത്തേക്ക് ഇട്ടത്, അതിൽ ഫില്ല് ചെയ്തത്, അതേ അളവിൽ തന്നെ നമ്മൾ തിരിച്ച്, പ്രാക്ടിക്കലി നടക്കില്ല പക്ഷേ ആലോചിച്ച് നോക്കുക, എന്ത് ചെയ്യാണ്, നമ്മൾ അതേ അളവിൽ തന്നെ തിരിച്ചെടുക്കുക വിചാരിക്കുക. എടുക്കുമ്പോൾ എന്തായിരിക്കും, ആദ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ അതേപോലെ നേരെ 150 ഗ്രാം ആയിരിക്കില്ല കാണിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 160 70 അങ്ങനെ ഒരു വേരിയേഷൻ സംഭവിക്കും അല്ല. അതായത് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 0 50 100 150 അങ്ങനെ കൂടി പോയി വിചാരിക്കുക. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് അൺലോഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, 200 നേരെ പോകുന്ന ചിലപ്പം ഒരു 160 ആവും കാണിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ ഒരു 130 അങ്ങനെ എന്ത് ചെയ്യുന്ന അവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസിലാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുന്നതാണ് ഹിസ്റ്റെറിസിസ്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡിക്കേഷൻസ് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വെൻ ദെൻ സെയിം വാല്യൂ ഓഫ് ദ മെഷേർഡ് ക്വാണ്ടിറ്റി ഈസ് റീച്ച്ഡ് ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദാറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ സെയിം വാല്യൂ എന്താണ് നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്, ആ വാല്യൂ എന്ന് വരുന്ന ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ഹിസ്റ്റെറിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റെറിസിസായി നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ കാലിബ്രേഷൻ. കാലിബ്രേഷൻ എല്ലാവർക്കും അറിയുന്നൊരു ടേം ആയിരിക്കും. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് എ ഡിവൈസ് വിത്ത് അൺനോൺ ആക്യുറസി to a device with non-accurate standard to eliminate any variation in the device being checked is called calibration. അതൊന്നുമില്ല, നമ്മളൊരു വെയിങ് മെഷീൻ്റെ കാര്യം നോക്കുക. ഇപ്പോൾ ഒരു വെയിങ് മെഷീൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വെയിങ് മെഷീൻ കുറേ കാലം ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അതിൽ വരുന്ന പല തേയ്മാനം കാരണം വെയർ ആൻഡ് ടിയർ കാരണം എന്തായിരിക്കും, ചിലപ്പോൾ അതിൽ റീഡിങ്ങുകൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് കാണിച്ചോളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ 1 കിലോ നമ്മൾ അതിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ 1.1 kg കാണിക്കുക, അല്ലെങ്കിൽ അതിൽ കുറവ് കാണിക്കുക, 0.9 kg കാണിക്കുക, അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ മെഷീനെ കാലിബ്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു കടയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാം, കടയിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ ഏതെങ്കിലും 1 കിലോൻ്റെ വല്ല റെഡിമെയ്ഡ് പാക്കറ്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, റെഡിമെയ്ഡ് പാക്കറ്റ് നമ്മൾ ജസ്റ്റ് ആ മെഷീൻ്റെ മേലെ ഒന്ന് വെച്ച് നോക്കാം.
എന്നിട്ട് അതിൽ റീഡിങ് എത്ര കാണിക്കുന്നു നോക്കുക. കറക്റ്റ് 1 kg കാണിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 kg കാണിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും ആ മെഷീൻ എന്താണ് ഓക്കെ ആണ്, അല്ലെങ്കിൽ മെഷീനിൽ ആക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ അത് കാലിബ്രേറ്റ് ആണ്, ഓക്കെ, അതിൽ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇതേപോലെ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് കാലം മെഷീനൊക്കെ ഉപയോഗിച്ചു, അതിൽ തേയ്മാനങ്ങളൊക്കെ വന്നു, എന്ത് ചെയ്യണം, കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അതേപോലെ റീഡിങ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. സെയിം 1 kgൻ്റെ പാക്കറ്റ് എന്ത് ചെയ്യുക, നമ്മൾ വെച്ച് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഇതിൽ ഒന്നുമില്ല, ചിലപ്പോൾ കുറവോ അല്ലെങ്കിൽ കൂടുതലോ കാണിക്കുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ 1 kgൻ്റെ പാക്കറ്റ് വെച്ച് നോക്കുക എന്ന് പറഞ്ഞില്ല, റെഡിമെയ്ഡ് പാക്കറ്റ് വെച്ച് നോക്കുക പറഞ്ഞു. അതായത് അതൊരു നോൺ സ്റ്റാൻഡേർഡ് ആണ്, നമുക്കറിയാം അല്ലേ, ആ പാക്കറ്റിൽ 1 kg ഉള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, അതിലെന്ത് ചെയ്യില്ല, ചിലപ്പം മാറ്റം വരുന്നുണ്ടായിരിക്കില്ല. സോ ആ ഒരു നോൺ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മെഷീൻ്റെ ആക്യുറസി കമ്പയർ ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ കാലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെഷീൻ എന്ത് ചെയ്യുന്ന മെഷീൻ നമ്മൾ ഇടയ്ക്ക് കാലിബ്രേഷൻ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ എന്തായിരിക്കും അതിൽ എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദ പ്രോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് എ ഡിവൈസ് വിത്ത് അൺനോൺ ആക്യുറസി ടു എ ഡിവൈസ് വിത്ത് നോൺ ആക്യുറേറ്റ് സ്റ്റാൻഡേർഡ് to eliminate any variation in the device being checked is called calibration. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാലിബ്രേഷൻ, ഹിസ്റ്ററിസിസ്, ത്രെഷോൾഡ്, സ്പാന്, റേഞ്ച്, റിപ്പീറ്റബിലിറ്റി, സെൻസിറ്റിവിറ്റി, ആക്യുറസി ആൻഡ് പ്രിസിഷൻ. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ടേംസ് ആണ്. സ്റ്റാൻഡേർഡ് ടേംസ് യൂസ്ഡ് ഇൻ മെട്രോളജി. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിനും 3 മാർക്കിനും 7 മാർക്കിനും ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്കിനി ഈ ഒരു മൊഡ്യൂളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് അടുത്ത ടോപ്പിക്ക് നമുക്ക് വരുന്നത് എറേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ്. എറേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഫോഴ്സ് മെഷർമെൻറ്റിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് 1-2 ടൈപ്പ് ഫോഴ്സ് മെഷർ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അതിൽ സ്പ്രിങ്ങിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, സ്പ്രിങ് ബാലൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ വീൽ സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ സ്ട്രെയിൻ ഗേജ് അഥവാ നമ്മുടെ വീൽ സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ പ്രൂവിങ് റിങ്. ഓക്കെ, പ്രൂവിങ് റിങ്. ആ ഒരു 3 കാര്യം കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും മാക്സിമം നന്നായിട്ട് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാം. ക്ലാസ്സുകൾ നന്നായിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക്, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.